പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുവാനും തീരുമാനിച്ചപ്പോഴാണ് നിങ്ങൾക്ക് 350-ഉം അതേപോലെ 400-ഉം രൂപയൊക്കെ ലഭിച്ചു തുടങ്ങിയത്. ഇത് പക്ഷെ കേരളത്തിൽ ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കി ഈ ദാരിദ്ര്യത്തെയും ഈ പട്ടിണിയെയും ഈ കടത്തെയും ചൂഷണം ചെയ്യുന്ന ഒരു ചൂഷക വർഗമായി ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളിത് സ്വീകരിച്ചു കൊള്ളണമെന്ന് ധിക്കാരത്തിന്റെ ഭാഷയിൽ പറയുക. അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചോ? ഈ ദാരിദ്ര്യത്തെ കണ്ടെത്തുവാൻ ഏത് മാനദണ്ഡമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചത്? ആ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് നിങ്ങൾ പറയണം. അല്ലാതെ 3-4 ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ കിങ്കരന്മാരും ഇടം വലം ഇരുന്നിട്ട് കൺസൾട്ടന്റ് രാജിലൂടെ ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് അടിച്ചേൽപ്പിക്കാൻ വന്നാൽ അത് മുഖവിലക്കെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവിടെയാണ് സിവിൽ സമൂഹം ഉയർന്നു വരേണ്ടത്. ആ ഉയർന്നു വരുന്നതിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്കാണ് ഈ അടൂരിലും ഒരു മാറ്റം ഉണ്ടാകണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം പറയുന്നത് കേട്ടിട്ട് അവരുടെ ഏറാമൂളികളായി നിൽക്കലല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുമൊക്കെ നമ്മളോട് പറയുന്ന, രാജ്യത്തോട് പറയുന്ന, ലോകത്തോട് പറയുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ പറയുന്ന $2.15 $190 രൂപ പ്രതിദിനം നമ്മൾക്ക് നമ്മുടെ വാങ്ങൽ ശേഷിയായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉണ്ടോ എന്ന് നാം ഈ അവസരത്തിൽ പരിശോധിക്കണം.